സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസും കൂടിയുണ്ട്, കുറച്ച് ഡെഫിനേഷൻസും ബേസിക് ടേംസും ഉണ്ട്. ജസ്റ്റ് നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷനും ആ കറസ്പോണ്ടിങ് റിലേഷനും മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് നോക്കുക. ജസ്റ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമുള്ള ടേംസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് തിയറി നിങ്ങൾ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ഫസ്റ്റ് ടേം ഈസ് സ്ലിപ്പ്. സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സ്ലിപ്പ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് പ്ലേറ്റ് ടിപ്പ് അറ്റ് ഔട്ട്ലെറ്റ്. അതായത് നമ്മൾ U2 എന്നുള്ള വെലോസിറ്റി, നിങ്ങൾ വെലോസിറ്റി ട്രയാങ്കിളിൽ ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റിലുള്ള ബ്ലേഡ് വെലോസിറ്റി ടു ദ വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഔട്ട്ലെറ്റ്, അതായത് VW2 എന്നുള്ള ടേം. ഈ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സ്ലിപ്പ്. U2 മൈനസ് VW2 ഈസ് നോൺ ആസ് സ്ലിപ്പ്. ആക്ച്വലി ഇതായിരുന്നു രണ്ട് ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ്. U2 ടാൻജൻഷ്യലാണ്. VW2 എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി, അബ്സല്യൂട്ട് വെലോസിറ്റീൻ്റെ ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ആണ്. സോ ഈ രണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. രണ്ട് ടാൻജൻഷ്യൽ വെലോസിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. U2 ഈസ് ദ തിയററ്റിക്കൽ ടാൻജൻഷ്യൽ വെലോസിറ്റി. ഈ ഒരു വെലോസിറ്റിയിലാണ് ശരിക്കും വാട്ടർ പുറത്തേക്ക് ടാൻജൻഷ്യലി മൂവ് ചെയ്യേണ്ടത്. ബട്ട് അതിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി പോവുക. സോ U2 മൈനസ് VW2 ഈസ് നോൺ ആസ് സ്ലിപ്പ്. ഓക്കെ, ഇനി സംടൈംസ് ദിസ് സ്ലിപ്പ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫാക്ടർ. ഓക്കെ, ജസ്റ്റ് സ്ലിപ്പ് നിങ്ങൾ ഈ ഡിഫറൻസിന് പകരം ചില ഇതിൽ സ്ലിപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ആണ് എക്സ്പ്രസ് ചെയ്യാറ്. സ്ലിപ്പ് ഫാക്ടർ ഈസ് ഡിനോട്ടഡ് ആസ് 5s. Okay, slip factor, it is the ratio of actual whirl velocity to the blade velocity, blade tip velocity. അതായത് ഔട്ട്ലെറ്റിലെ ആക്ച്വൽ വേൾ വെലോസിറ്റിയും ബ്ലേഡ് ടിപ്പ് വെലോസിറ്റി ഇത് രണ്ടും അറ്റ് ഔട്ട്ലെറ്റ് ആണ്. ഓക്കെ, ഇൻലെറ്റിലെ അല്ല, ഔട്ട്ലെറ്റിലെ ആക്ച്വൽ വേൾ വെലോസിറ്റിയും ബ്ലേഡ് ടിപ്പ് വെലോസിറ്റി. ബ്ലേഡ് ടിപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് വെലോസിറ്റി ആണ്. ആക്ച്വൽ വേൾ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്, അതായത് 5s മീൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് VW2 ബൈ U2. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പം 5s സ്ലിപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറയും. സോ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, VW2 ബൈ U2. സോ ഇതാണ് ഫസ്റ്റ് ടേം, സ്ലിപ്പ് ആൻഡ് സ്ലിപ്പ് ഫാക്ടർ. ഓക്കെ, സ്ലിപ്പ് മീൻസ് U2 മൈനസ് VW2, സ്ലിപ്പ് ഫാക്ടർ മീൻസ് VW2 മൈനസ് U2. നൗ സെക്കൻഡ് ടേം ഈസ് വർക്ക് ഫാക്ടർ ഓർ power input factor. It is generally denoted as 5W, 5 suffix W, work factor or power input factor. Then it is defined as, it is the ratio of actual work input required. അതായത് ആക്ച്വൽ വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ, ആ കണ്ടീഷൻ, ആ ടേംസ് വെച്ചിട്ട്, സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്ത വർക്ക് ഡൺ. ആക്ച്വൽ വർക്ക് ഡൺ മീൻസ് the work done obtained from steady flow energy equation to the impeller input power required or Euler work. ഓക്കെ, ഓയിലർ വർക്ക് മീൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത, അതായത് മാസ് ഫ്ലോ റേറ്റ് M ഡോട്ട് ഇൻറ്റു VW2 U2 എന്നുള്ള ഇക്വേഷൻ, ആ ഇക്വേഷൻ വെച്ചിട്ട് റേഡിയൽ ഫ്ലോ ആണെങ്കിൽ ഇൻലെറ്റിൽ റേഡിയലി ആണ് വാട്ടർ വരുന്നതെങ്കിൽ VW1 0 ആയിപ്പോൾ. സോ ദ ഇക്വേഷൻ ഈസ് VW2 U2, നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന വർക്ക് അല്ലെങ്കിൽ പവറിനെയാണ് ഓയിലർ വർക്ക് എന്ന് പറയുന്നത്. ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫാക്ടർ ഓർ പവർ ഇൻപുട്ട് ഫാക്ടർ. സോ വർക്ക് ഫാക്ടർ ഓർ പവർ ഇൻപുട്ട് ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ obtained from steady flow energy equation, that means actual work, then divided by Euler work. Then actual വർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 5W is equal to CP into T02 മൈനസ് T01. ഇത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ്. ഡിവൈഡഡ് ബൈ VW2 U2, ഇതാണ് ഓയിലർ വർക്ക്. ഇനി ഇത് റേഡിയൽ VW1 0 എന്നുള്ള അസംഷനാണ്. ഇനി VW1 ഉണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദാറ്റ് ഓൾസോ, മൈനസ് VW1 U1 എന്നുള്ള ടേമും കൂടി വരും. സോ ദാറ്റ് ഈസ് വർക്ക് ഫാക്ടർ. ഇനി ഇതിപ്പോൾ നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആണ്. സിമിലർലി നമുക്ക് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. സോ സെയിം എക്സ്പ്രഷൻ, ഇത് രണ്ടും നമ്മൾ ചെയ്താണ്. T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ VW2 U2. ഓക്കെ, ഇങ്ങനെയും എഴുതാറുണ്ട്.
ആക്ച്വലി ഈ രണ്ട് ഇക്വേഷനിലും മുകളിലും മാസ് ഉണ്ട്, താഴെയും മാസ് ഉണ്ട്. അല്ലെങ്കിൽ പെർ യൂണിറ്റ് മാസ്, പെർ 1 kg ഒരു യൂണിറ്റ് മാസ് വാട്ടർ എയർ എൻട്രി ആണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ വർക്ക് ഇൻപുട്ടും ഓയിലർ വർക്ക് ഇൻപുട്ടും വെച്ചിട്ടാണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ മുകളിലും താഴെയും മാസ് ഫ്ലോ റേറ്റ് ഉണ്ടാവും, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് ഈ എക്സ്പ്രഷൻ വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വർക്ക് ഫാക്ടർ ഓർ പവർ ഇൻപുട്ട് ഫാക്ടർ. വർക്ക് ഫാക്ടർ ഓർ പവർ ഇൻപുട്ട് ഫാക്ടർ മീൻസ് actual work, the expression for actual work input from steady flow energy equation divided by Euler work input. Then third term is pressure coefficient or 5p. Okay, ഇതേപോലെ തന്നെ ഒരു എക്സ്പ്രഷൻ ആണ് പ്രഷർ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ 5p എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഐസെൻട്രോപിക് വർക്ക് ഇൻപുട്ട് ടു ദ ഇമ്പല്ലർ ഇൻപുട്ട് പവർ റിക്വയർഡ് ഓർ ഓയിലർ വർക്ക്. അപ്പോൾ നേരത്തെ പോലെ തന്നെ, നേരത്തെ നമ്മളിവിടെ ആക്ച്വൽ വർക്കാണ് കണ്ടുപിടിച്ചത്. അതിന് പകരം ഈ ആക്ച്വൽ വർക്കിന് പകരം ഐസെൻട്രോപിക് വർക്ക് എടുക്കുകയാണെങ്കിൽ, ഐസെൻട്രോപിക് വർക്ക് ഡിവൈഡഡ് ബൈ ഓയിലർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രഷർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. പ്രഷർ കോഎഫിഷ്യൻ്റ് മീൻസ് ഐസെൻട്രോപിക് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഓയിലർ വർക്ക്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ഡയഗ്രാം ഓർമ്മ ഉണ്ടാവും, TS ഡയഗ്രാം നമ്മൾ വരച്ചിരുന്നു. TS ഡയഗ്രാം, സപ്പോസ് ഇത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി P01 ഇത് T01 ആണെങ്കിൽ ഇതാണ് ഫൈനൽ ഡെലിവറി പ്രഷർ. സ്റ്റാഗ്നേഷൻ എല്ലാം നമ്മൾ സ്റ്റാഗ്നേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ സ്റ്റാറ്റിക്കും കാണിക്കാം. P02 ആണെങ്കിൽ ഐസെൻട്രോപ്പിക്കലി കോൺസ്റ്റൻറ്റ് എൻട്രോപ്പിയിൽ, അതായത് വെർട്ടിക്കലി മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇതിനെയാണ് T02 ഡിനോട്ട് ചെയ്യുക. T02 ഈസ് ദിസ് വർക്ക് ഡൺ, CP ഇൻറ്റു T02 മൈനസ് T01. ഈ ഒരു വർക്ക് ഡണ്ണിനെയാണ് ഐസെൻട്രോപിക് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ബിക്കോസ് ഓഫ് സം ഫ്രിക്ഷൻ ആൻഡ് അതർ ലോസിനെ കൊണ്ട് ഈ ഒരു പാത്തിൽ കൂടി ആയിരിക്കില്ല കംപ്രഷൻ നടക്കുക. ഐസെൻട്രോപിക് കംപ്രഷൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കംപ്രഷൻ ഈ ഒരു വേറൊരു പാത്തിൽ കൂടി ആയിരിക്കും നടക്കുക. സപ്പോസ് ദിസ് ദ പാത്ത്, ഇതിനെ T02 എന്ന് വിളിച്ചു. ദെൻ ആക്ച്വൽ ദിസ് CP ഇൻറ്റു T02 മൈനസ് T01, ഈ ഒരു എക്സ്പ്രഷനാണ് ആക്ച്വൽ വർക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, ആക്ച്വൽ വർക്ക് ഡൺ എക്സ്പ്രഷൻ. ദെൻ CP ഇൻറ്റു T02 മൈനസ് T01 ഇതിനെയാണ് ഐസെൻട്രോപിക് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതാണ് പ്രഷർ കോഎഫിഷ്യൻ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. സോ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാം. ഇനി ഇവിടെയും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിന് പകരം നമുക്ക് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസും യൂസ് ചെയ്യാം. 5p ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാറുണ്ട്. 5p ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ VW2 U2. ഇങ്ങനെയും 5p ഡിഫൈൻ ചെയ്യാറുണ്ട് പ്രഷർ റേഷ്യോ. ഓക്കെ, സോ ഈ 3 ടേമും കൂടി ഓർമ്മിച്ച് വെക്കുക. സ്ലിപ്പ്, വർക്ക് ഫാക്ടർ, സ്ലിപ്പ് ഓർ സ്ലിപ്പ് ഫാക്ടർ, വർക്ക് ഫാക്ടർ ആൻഡ് പ്രഷർ ഫാക്ടർ. ഇത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 1-2 പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ റണ്ണിംഗ് അറ്റ് 1500 RPM has internal and external diameters of the impellers are 250 mm and 500 mm respectively. The blade angle at inlet and outlet are 18 degree and 40 degree respectively. The air enters the impeller radially. ഈ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എയർ എൻറ്റേഴ്സ് ദ ഇമ്പല്ലർ റേഡിയലി. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താ? റേഡിയൽ എൻട്രി ആണ്. ദാറ്റ് മീൻസ് ആൽഫ എന്നുള്ളത് 90 ആയിരിക്കും, VW2 0 ആയിരിക്കും, V1 എന്ന് പറഞ്ഞാൽ VF1 ആയിരിക്കും. നമ്മൾ പഠിച്ച ഡെറിവേഷൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്ത വെലോസിറ്റി ട്രയാങ്കിൾ ഒന്ന് ഓർമ്മിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ദ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ പെർ kg ഓഫ് എയർ ആൻഡ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഈ സംഭവം ഞാൻ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്താണെന്ന് ഇപ്പം നിങ്ങൾ കൂടുതൽ ബോധർ ചെയ്യേണ്ടത്. നിങ്ങൾ അടുത്ത ആക്സിയൽ കംപ്രസറിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഇക്വേഷൻ മാത്രം ഞാൻ പറഞ്ഞുതരും, അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ആ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഉണ്ട്, അതിൻ്റെ RPM തന്നിട്ടുണ്ട്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ദെൻ ബ്ലേഡ് ആംഗിൾ, അതായത് θ and φ. ബ്ലേഡ് ആംഗിൾ മീൻസ് θ and φ, അത് രണ്ടും തന്നിട്ടുണ്ട്.
റേഡിയൽ എൻട്രി ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ കാണണം, മെയിനായിട്ട് വർക്ക് ഡൺ കാണണം. ദെൻ ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഓക്കെ, സോ ഈ ഒരു കേസിൽ റേഡിയൽ എൻട്രി ആകുമ്പം അതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒന്ന് വരച്ചു നോക്കാം. ഞാനിവിടെ റഫായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇമ്പല്ലർ ഒരു ബ്ലേഡ്, ഈ ഒരു ടാൻജൻഷ്യൽ ലൈൻ വരയ്ക്കുക. ആ ടാൻജൻഷ്യലിന് പാരലായിട്ടായിരിക്കും ഇവിടെ ബ്ലേഡിന് വെലോസിറ്റി. ഇത് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ U1 എന്നുള്ള വെലോസിറ്റി ഡയറക്ഷനിലായിരിക്കും. ദെൻ ഇതിൽ റേഡിയലി എൻട്രി ആയതുകൊണ്ട് ആൽഫ 0 ആയിരിക്കും. സോ ഈ U1ന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും V1 എന്നുള്ള വെലോസിറ്റി വരിക. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിലും സെയിം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. സോ V1 U1, ദെൻ ഇതായിരിക്കും VR1 എന്ന് പറഞ്ഞത്. ദെൻ ഈ ആംഗിൾ ഫൈ ആണ്, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു, ഈ ആംഗിൾ തീറ്റയാണ് ഇൻലെറ്റിൽ കൊടുക്കാറ്, തീറ്റ. ഈ ആൽഫ 90 ആണ്. ആൽഫ 90 ആയതുകൊണ്ട് ഈ കോമ്പണൻറ്റ്, ഈ വെർട്ടിക്കൽ കോമ്പണൻറ്റ് തന്നെയായിരിക്കും VF1ഉം. ഇതിന് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഉണ്ടാവില്ല. V1ന് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് 0 ആയിരിക്കും. സോ VW1 0 ആണ്. ദെൻ ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ ഇതിലൂടെ VR2 എന്നുള്ള റിലേറ്റീവ് വെലോസിറ്റിയിൽ ഔട്ട്ലെറ്റിൽ പോയി. ദെൻ ഈ U2 ആണ് ബ്ലേഡ് വെലോസിറ്റി. ഇത്രയും ലെങ്ത്ത് U2 ആയിരിക്കും. ദെൻ ഈ തേർഡ് സൈഡ് V2ന് 2 കോമ്പണൻ്റ് ഉണ്ട്. ഫസ്റ്റ് വെർട്ടിക്കൽ കോമ്പണൻ്റ് ഈസ് VF2 ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ VW2 ആണ്. ആൻഡ് ദിസ് സ്മോൾ, ഈ റിമൈനിങ് പാർട്ട്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് ഈസ് U2, ഇത് VW2 ആണ്. സോ റിമൈനിങ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ U2 മൈനസ് VW2 ആയിരിക്കും. ഇത്രയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെയിം ഡയഗ്രാം നിങ്ങളൊന്നും കൂടി റെഫർ ചെയ്യാം. നൗ നമുക്ക് തന്ന വാല്യൂസ് ഒന്ന് എഴുതി വെക്കാം. ഇൻപുട്ട് ഗിവൺ വാല്യൂസ്, ദ റൊട്ടേഷൻ ഓഫ് ദ സെൻട്രിഫ്യൂഗൽ കംപ്രസർ, അതിൻ്റെ ഇമ്പല്ലറിൻ്റെ റൊട്ടേഷൻ 1500 RPM ആണ്. ദെൻ ഡയമീറ്റേഴ്സ്, ഇൻലെറ്റ് ഡയമീറ്ററും ഔട്ട്ലെറ്റ് ഡയമീറ്ററും തന്നിട്ടുണ്ട്. D1 ഈസ് ഈക്വൽ ടു 250 mm or 0.25 meter. D2 is equal to 500 mm or 0.5 meter. Then blade angle at inlet and outlet, that means theta is equal to 18 degree, phi is equal to 40 degree. Then air enters radially, that means alpha is equal to 90 degree, V1 is equal to VF1 and VW1 is equal to 0. എല്ലാ കേസിലും ഇങ്ങനെ ആവണമെന്നില്ല. ചില കേസിൽ ഒരു ആംഗിളിൽ എൻട്രി വരും, റേഡിയൽ എൻട്രിക്ക് പകരം ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എൻട്രി വരും. സോ അതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം ഡിഫറൻ്റ് ആയിരിക്കും. സോ ഈ ഒരു കേസിൽ ആൽഫ 90 ആണ്, റേഡിയൽ എൻട്രി ആയതുകൊണ്ട് ആൽഫ 90 ആണ്. V1 is equal to VF1 ആണ്, VW1 0 ആണ്. Now the question is, you have to find out work done per kilogram. Work done per kilogram കണ്ടുപിടിക്കണം. Also you have to calculate the degree of reaction. R എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സിമിലർ പ്രോബ്ലംസ് സെൻട്രിഫ്യൂഗൽ പമ്പിൽ സോൾവ് ചെയ്തതാണ്. സോ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. D1ഉം D2ഉം തന്നിട്ടുണ്ട്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് U1 blade velocity at inlet and outlet. U1 is equal to pi D1 n by 60 ആണ്. That's equal to pi into D1 എന്ന് പറഞ്ഞാൽ 0.25 into n 1500 divided by 60. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ U1 is equal to, കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കുക, ഇറ്റ്സ് വിൽ ബി അറൗണ്ട് 19.63 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, സിമിലർലി യു ക്യാൻ കാൽക്കുലേറ്റ് U2 is equal to pi D2 n by 60 ആണ്. സോ pi into 0.5 into 1500 divided by 60 എന്ന് വരും. ഇറ്റ് വിൽ ബി അറൗണ്ട് 39.27 meter per second. സോ U1 U2 കിട്ടി. സോ ഞങ്ങൾ ഈ വെലോസിറ്റി, ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഫ്രം ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ,
ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് U1 അറിയാം, ഈ ആംഗിൾ ഫൈയും അറിയാം, അല്ല തീറ്റയും അറിയാം. ഓക്കെ, നമ്മൾ ഇൻലെറ്റിൽ തീറ്റ ആണ് കൊടുക്കുക, തീറ്റയും അറിയാം. സോ U1ഉം തീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ V1 VR1 എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ V1 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent. So tan phi is equal to opposite side V1 by U1, അല്ലെങ്കിൽ V1 തന്നെയായിരിക്കും VF1 by U1 കിട്ടും. സോ ഫ്രം ദിസ് VF1 is equal to U1 into tan phi, that's equal to U1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 19.63 into tan ഫൈ അല്ല, ഒക്കെ തീറ്റ എന്ന് കൊടുത്താൽ മതി, എഴുതിയ മിസ്റ്റേക്കാണ്. ടാൻ തീറ്റ ഈസ് 18 degree. സോ 19.63 into 18 degree. So this value will be 6.38 meter per second എന്ന് വരും. സോ VF1 is 6.38 meter per second. VF1ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിലും റേഡിയൽ എൻട്രി ആണെങ്കിൽ നമ്മളൊരു കാര്യം അസ്യൂം ചെയ്തിരുന്നു, ഫോർ എ റേഡിയൽ എൻട്രി VF1 വിൽ ബി ഈക്വൽ ടു VF2 ആയിരിക്കും. ഫോർ റേഡിയൽ എൻട്രി. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് ഗിവ്സ് VF2 ഈസ് ഈക്വൽ ടു 6.38 meter per second. VF2 എന്ന് പറഞ്ഞാലും 6.38 meter per second ആണ്. ഓക്കെ, ഇത് ഓർമ്മിച്ച് വെക്കുക, ഈ ഒരു കണ്ടീഷൻ ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഓർ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. എപ്പോഴും റേഡിയൽ എൻട്രി എന്ന് പറഞ്ഞാൽ VF1ഉം VF2ഉം സെയിം ആയിരിക്കും, വെർട്ടിക്കൽ കോമ്പണൻറ്റ് സെയിം ആയിരിക്കും, അതിന് ഡിഫറൻസ് വരില്ല. ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് മാത്രമേ വാല്യൂ ഡിഫറൻസ് വരുള്ളൂ. സോ ഇത് കിട്ടി. നൗ വി വിൽ കൺസിഡർ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നോക്കുകയാണെങ്കിൽ, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് VF2ൻ്റെ വാല്യൂ അറിയാം. ഈ VF2 എന്നുള്ള വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. VF2 എന്ന് പറഞ്ഞാൽ VF1 തന്നെയാണ്, ഈ വെർട്ടിക്കൽ സെയിം തന്നെയാണ് ഇവിടെയും വരും, VF1. ദെൻ ഫൈ എന്നുള്ള വാല്യൂ അറിയാം. ഓക്കെ, ഫൈ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇതിൽ ഈ ഒരു ലൈൻ ടാൻജൻഷ്യൽ ലൈനാണ്, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, സോ ഫൈ അറിയാം, VF2 അറിയാം. സോ ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് U2 മൈനസ് VW2 കാണാം. ടാൻ ഫൈ കണ്ടുപിടിച്ചാൽ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു VF2 ഡിവൈഡഡ് ബൈ U2 മൈനസ് VW2 എന്ന് കിട്ടും. ഫ്രം ദിസ് സ്മോൾ ട്രയാങ്കിൾ, ഫൈ ആംഗിൾ വരുന്ന ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു കണ്ടീഷൻ, ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് U2 മൈനസ് VW2 കാണാൻ പറ്റും. സോ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് VF2 divided by U2 minus VW2. Okay, so this gives VF2 എന്ന് പറഞ്ഞാൽ 6.38 ആണ്, ഡിവൈഡഡ് ബൈ U2 എന്ന് പറഞ്ഞാൽ U2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് 39.27 ആണ്, മൈനസ് VW2. ഓക്കെ, ഫൈ എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 ഡിഗ്രി ആണ്. സോ ഇത് എന്ത് കിട്ടും, 39.27 minus VW2 is equal to 6.38 divided by tan 40. 6.38 divided by tan 40. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 7.6 ആണ് വരിക. സോ ഇതിന്ന് നമുക്ക് VW2 കണ്ടുപിടിക്കാം. VW2 is equal to 39.27 മൈനസ് 7.6 എന്ന് വരും. സോ ഇറ്റ്സ് 31.66 മീറ്റർ പെർ സെക്കൻഡ്. VW2 കിട്ടി. ഇതാണ് VW2ൻ്റെ ആൻസർ. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞത് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കാനുള്ളത്, വർക്ക് ഡൺ പെർ കിലോഗ്രാം. ഓക്കെ, വർക്ക് ഡൺ പെർ കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ശരിക്കും വർക്ക് ഡൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു VW2
U2 ആണ്. മൈനസ് VW1 U1 ഉണ്ടാവും. ഈ കേസിൽ VW1 U1 VW1 0 ആണ്. സോ ഇത്രയേ ഉള്ളൂ. പെർ കിലോഗ്രാം ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ മാസ് ഫ്ലോ റേറ്റ് തന്നെ വരും. സോ വർക്ക് ഡൺ പെർ കിലോഗ്രാം ഈസ് ഈക്വൽ ടു VW2 U2 എന്ന് വരും. സോ VW2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, U2 കാൽക്കുലേറ്റ് ചെയ്തു. സോ യു ക്യാൻ കാൽക്കുലേറ്റ് വർക്ക് ഡൺ പെർ കിലോഗ്രാം. ഇറ്റ്സ് ഈക്വൽ ടു U2 is 39.27 into VW2 is 31.66. Okay. So the answer will be around 124. Okay. Joule per kg. ഇതായിരിക്കും ആൻസർ. ഈ ആൻസർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ വർക്ക് ഡൺ പെർ കിലോഗ്രാം ഈസ് ദിസ് മച്ച്. ദിസ് ദ ഫസ്റ്റ് ആൻസർ. നിങ്ങളെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ആൻസർ ഇതാണ്. നൗ ദ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഡിഗ്രി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഞാൻ പറയാം. അതിൻ്റെ തിയറി അടുത്ത ആക്സിയൽ കംപ്രസറിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡിഗ്രി ഓഫ് റിയാക്ഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദിസ് എക്സ്പ്രഷൻ. 1 മൈനസ് VW2 ബൈ 2U2 ആയിരിക്കും. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഫോർ എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ 1 മൈനസ് VW2 31.66 divided by 2 times U2. U2 is 39.27. Okay. The value will be 0.5968. 5968. സാധാരണ ഡിഗ്രി ഓഫ് റിയാക്ഷൻ പേഴ്സൻറ്റേജിലാണ് പറയാറ്. ഇത്ര പേഴ്സൻറ്റേജ് എന്നുള്ളതാണ്. സോ ദ വാല്യൂ വിൽ ബി 59.68% ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഇൻ പേഴ്സൻറ്റേജ്. ഓക്കെ. സോ ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. ഇതുപോലുള്ള 1-2 പ്രോബ്ലംസ് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ സ്വന്തം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.